ഹലോ ഫ്രണ്ട്സ്, അനയ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കനം കുറച്ച് നമുക്കിതുപോലെ വട്ടത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കണ്ട് ഇതെല്ലാം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു കറയും കൊഴുപ്പും ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോ കോട്ടൺ തുണിയിലോ ഇതൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് ഇതിലാവശ്യമായിട്ട് 10-15 ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, 3-4 വറ്റൽമുളക്. എന്നിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെക്കാം. ഇവിടെ എണ്ണയൊക്കെ തണുത്ത് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് വറുത്തെടുക്കാം. ഈ വഴുതനങ്ങയിട്ട് നമ്മൾ വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് 3-4 വറ്റൽമുളക് അതും കൂടെ ഇട്ട് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, 10-15 ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി അതും കൂടെ ഇതിലേക്കിട്ട് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ കല്ലിൽ വെച്ച് ചതയ്ക്കുന്നത്. മിക്സിയിലെ ജാറിലിട്ട് അടിച്ചാൽ മൊത്തത്തിൽ അരഞ്ഞു കുഴഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കല്ലിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അതിലേക്ക് ചെറിയൊരു കഷ്ണം പുളിക്ക് ആവശ്യമായിട്ട് പുളിയും കൂടെയും ചേർത്ത് നമ്മൾ ചതച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. അതാണ് നല്ലത്. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചില്ല, ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണ ഒഴിച്ചാൽ കട്ട പിടിച്ചിങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.